നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷകരമായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. നിങ്ങളുടെ റേഷൻ കാർഡ് APL വിഭാഗത്തിലുള്ളതാണെങ്കിൽ അത് BPL വിഭാഗത്തിലേക്ക് മാറ്റാൻ സാധിക്കും. അതിലൂടെ സർക്കാർ നൽകുന്ന സഹായങ്ങൾ, അതായത് ഒരു BPL വിഭാഗത്തിൽ വരുന്ന ആളുകൾക്ക് എന്തൊക്കെ സഹായങ്ങളാണോ സർക്കാർ നൽകുന്നത്, അത്തരത്തിലുള്ള പദ്ധതികളിലേക്കൊക്കെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സർക്കാർ നൽകുന്ന ഇൻഷുറൻസ് പദ്ധതികളിൽ അംഗമാകാനും സാധിക്കും. ഇനി പുതിയ ഇൻഷുറൻസ് പദ്ധതിയൊക്കെ വരാനിരിക്കുകയാണ്. അപ്പോൾ പുതിയ മാനദണ്ഡങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിച്ചിരിക്കേണ്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. വീഡിയോ അവസാനം വരെ കാണണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് റേഷൻ കാർഡുകളിലേക്ക് മാറാനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. അർഹരായ ഗുണഭോക്താക്കൾക്ക് ജൂലൈ 17 വരെ ഓൺലൈനായി അപേക്ഷ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ പോർട്ടൽ വഴിയോ അപേക്ഷ നൽകുവാൻ സാധിക്കും. നേരിട്ട് അപേക്ഷ സ്വീകരിക്കുകയില്ല. മുൻപൊക്കെ സിവിൽ സപ്ലൈസ് വകുപ്പ് മുഖേന നേരിട്ട് അപേക്ഷകൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു അപേക്ഷകൾ ഓൺലൈനായി വേണം സമർപ്പിക്കാൻ. നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന ആളുകൾ BPL വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾ അർഹരാണോ എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അപേക്ഷ നൽകാവൂ. അതായത് സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖല അർദ്ധ സർക്കാർ ജീവനക്കാരൻ, ആദായ നികുതി അടയ്ക്കുന്നവർ, സർവീസ് പെൻഷനർ, 1000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടിൻ്റെ ഉടമ, സ്വയം ഓടിക്കുന്ന ഒരു ടാക്സി ഒഴികെ 4 ചക്ര വാഹനം ഉള്ളവർ, ഡോക്ടർ, എഞ്ചിനീയർ, അഡ്വക്കേറ്റ്, IT പ്രൊഫഷണൽ, നഴ്സ്, CA മുതലായ പ്രൊഫഷണലുകൾ, അതുപോലെ തന്നെ ST അല്ലാത്ത കുടുംബത്തിന് ആകെ 1 ഏക്കറിൽ കൂടുതൽ സ്ഥലമുള്ള ആളുകളാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളൊന്നും ഈ ഒരു പദ്ധതിയിലേക്ക്, അതായത് ഈ ഒരു റേഷൻ കാർഡിന് അപേക്ഷ സമർപ്പിക്കുവാൻ യോഗ്യതയില്ലാത്തവരാണ്. മാർക്ക് അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾക്ക് ഈ ഒരു അർഹത മാനദണ്ഡങ്ങൾ, അതായത് നിങ്ങളെ മുൻഗണനാ വിഭാഗത്തിലേക്ക് പരിഗണിക്കുക. പിങ്ക് കാർഡിന് മുൻപ് 17 ഘടകങ്ങൾക്ക് മാർക്ക് ഉണ്ടായിരുന്നു. BPL ലിസ്റ്റ്, വീടില്ലായ്മ, സ്ഥലമില്ലായ്മ, SC ST, വൈദ്യുതി അല്ലെങ്കിൽ ടോയ്ലറ്റ് ഇല്ലാത്തവ അങ്ങനെ തുടങ്ങിയവ 30 മാർക്ക് വേണമെന്ന് പറഞ്ഞെങ്കിലും അപേക്ഷ കുറവായതിനാൽ ഇപ്പോൾ BPL സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്കും 0 മാർക്ക് ഉള്ളവർക്ക് പോലും കാർഡ് കൊടുക്കുന്നുണ്ട്. കൂടുതൽ മുൻഗണന ലഭിക്കുന്ന വിഭാഗങ്ങൾ ഇനി പറയുന്നവയാണ്: പരമ്പരാഗത അല്ലെങ്കിൽ അസംഘടിത മേഖലാ തൊഴിലാളികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ കുടുംബങ്ങൾ, ആശ്രയ പദ്ധതി ഗുണഭോക്താക്കൾ, പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ അംഗങ്ങൾ, സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സഹകരണ മേഖലയിൽ ജോലി ഇല്ലാത്തവർ, വിധവ, ഭിന്നശേഷിക്കാർ, ക്യാൻസർ അല്ലെങ്കിൽ ഡയാലിസിസ് അല്ലെങ്കിൽ അവയമാറ്റം, HIV അല്ലെങ്കിൽ പ്രൈസി 100% തളർച്ച വന്ന രോഗികൾ, ആദിവാസി, ഇവർക്ക് മാർക്ക് നോക്കാതെ തന്നെ ഈ ഒരു റേഷൻ കാർഡിനുള്ള മുൻഗണന ലഭിക്കുന്നതാണ്. അടിസ്ഥാന യോഗ്യതകൾ കൂടി ഇക്കാര്യങ്ങളിൽ പരിഗണിക്കും. കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം. കുടുംബത്തിലെ ആർക്കും മറ്റൊരു സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉണ്ടാകാൻ പാടില്ല. വാർഷിക വരുമാനം 24,200 താഴെ ആയിരിക്കണം. മാസ വരുമാനം 25,000 കൂടാനും പാടില്ല. ഈ ഒരു മുൻഗണനാ റേഷൻ കാർഡിനായി അപേക്ഷ സമർപ്പിക്കുന്ന ആളുകൾ ഇക്കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. അതിനുശേഷം നിങ്ങളുടെ അർഹത മാനദണ്ഡങ്ങൾ ഉൾപ്പെടുന്ന, അതായത് നിങ്ങൾ യോഗ്യരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൂടി സമർപ്പിക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്: റേഷന് പകരം പണം നൽകുന്ന ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ വിവിധ സംസ്ഥാനങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തി കഴിഞ്ഞു. ഇനി കേരളത്തിലേക്കും ഈ പദ്ധതി വരും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. 2025 മാർച്ച് മാസത്തിൽ 14 താലൂക്കുകളിൽ ഒരു ട്രയൽ റൺ എന്ന രീതിയിൽ കേരളവും പദ്ധതിയിട്ടിരുന്നു. മണ്ണാർക്കാട്, നിലമ്പൂർ, കോഴഞ്ചേരി, ചാലക്കുടി, മാനന്തവാടി, കുട്ടനാട്, കോതമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ ഒരു ട്രയൽ റണ്ണിന് പദ്ധതിയിട്ടിരുന്നത്. കേരളത്തിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കാനുള്ള താല്പര്യം ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. കേന്ദ്രം DBT നടപ്പാക്കാൻ നിർദ്ദേശിച്ചെങ്കിലും റേഷൻ വ്യാപാരികൾ, ചുമട്ട് തൊഴിലാളികൾ മുതലായവർക്ക് ദോഷമുണ്ടാകുമെന്ന കാരണത്താൽ കേരള സർക്കാർ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പൂർണ്ണമായി നടപ്പാക്കിയിട്ടില്ല. ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് കേരളത്തിലും EKYC നടപ്പിലാക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ മുൻപേ തന്നെ നിർദ്ദേശം നൽകിയത്. ഉൽപ്പന്നത്തിൻ്റെ തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലെത്തും. ആ ഒരു തുക ഉപയോഗിച്ച് നിങ്ങൾക്ക് അരി അല്ലെങ്കിൽ ഗോതമ്പ് എന്നിവ ഏത് സ്ഥലങ്ങളിൽ നിന്നും വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇടനിലക്കാർ ഇല്ലാത്തതിനാൽ തന്നെ തട്ടിപ്പ് സാധ്യത കുറയും. പണം വേഗത്തിൽ ലഭിക്കുകയും ചെയ്യും. ഉപഭോക്താവിന് നേരിട്ട് തന്നെ ഈ ഒരു പണം ലഭിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. പുതുച്ചേരി, പഞ്ചാബ്, ഹരിയാന, അസം, ഛത്തീസ്ഗഡ്, ദാദ്ര നഗർ ഹവേലി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ ഈ ഒരു DBT സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട്.
പുതുച്ചേരിയിൽ 1 കിലോഗ്രാം അരിക്ക് 22 രൂപ, ഗോതമ്പിന് 16 രൂപ എന്നീ രീതിയിലാണ് ഇപ്പോൾ നൽകി വരുന്നത്. അപ്പോൾ തീർച്ചയായും കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് എത്ര രൂപയ്ക്കാണോ ഈ ഒരു ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നത്, ആ ഒരു തുക 500 ആണെങ്കിൽ 500 ലഭിക്കും, 1000 ആണെങ്കിൽ 1000 രൂപ ലഭിക്കും എന്നിങ്ങനെ നേരിട്ട് ഉപഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ ഒരു തുക ലഭിക്കുക. റേഷൻ കാർഡ് അതുപോലെ തന്നെ റേഷൻ വിതരണം എന്നിവയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 2 അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനു സൈനിങ് ഓഫ്.